വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ +2 പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ ആ ക്ലാസ് എടുക്കാൻ ചെന്ന സമയത്ത് ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ ആ കുട്ടികളിൽ പലരും പറഞ്ഞു, സാർ ഈ ചോദ്യമൊക്കെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്താവണം, എങ്ങനെ ആവണം എന്നൊക്കെ ഞങ്ങൾക്ക് പ്ലാനിങ് ഉണ്ട്. ആരും പറയുന്നത് പോലെ പോകാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു വഴിയിലൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ആ കുട്ടിയോട്, ഒരു കുട്ടിയല്ല 3-4 കുട്ടികൾ അതിനെ കൈയടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടേതായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. കാരണം എനിക്ക് നാളെ മറ്റുള്ള ക്ലാസ്സിന് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ വഴി എന്താണ് എന്നൊന്ന് പറയുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനും അമ്മയും പറയുന്നത് മാത്രം കേട്ടിട്ട് നിൽക്കുക എന്നുള്ളതല്ല സാർ. അവരുടെ വഴിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ ഞങ്ങളുടെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അച്ഛനും അമ്മയും പറയുന്നത് മുഴുവൻ അനുസരിക്കുക എന്ന് പറയുന്ന ഒന്നും ഒരിക്കലും നടപ്പിലാവില്ല. അപ്പം എൻ്റെ മുടി വെട്ടാൻ പറഞ്ഞു, ഞാൻ മുടി വെട്ടൂല സാർ. അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, വെട്ടില്ല. കാരണം എനിക്ക് ഈ മുടി നീട്ടി വളർത്തി പൊത്തയാക്കി വളർത്തിയാലേ എനിക്ക് സന്തോഷമുള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അനുസരണ എന്ന് പറയുന്നത് ഇല്ലാതാവുന്നു എന്നുള്ളതാണോ എന്ന് വെറുതെ കോമഡിക്കായിട്ട് ചോദിച്ചത്. അനുസരണക്കേടല്ല സാർ, അത് ഞങ്ങളിങ്ങനെയാണ്. എനിക്ക് പ്ലാൻ ഉണ്ട് എന്താവണം എന്നുള്ളത്. ഇതിലിരിക്കുന്ന മുഖ്യ കുട്ടികൾക്കും പ്ലാൻ ഉണ്ട്, എന്താവണം, വിദേശത്ത് പോകണം, പഠിക്കണം, അവിടെ ജോലി ചെയ്യണം, ഇങ്ങനെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അല്ലാതെ പഴയ പോലെ വെറുതെ പഠിപ്പിസ്റ്റുകളായിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല എന്ന് പറയും. സത്യത്തിൽ ഒരു പരിധിവരെ ഞാൻ ആലോചിച്ചപ്പോൾ അതിൽ ശരിയുണ്ട്, എന്നാൽ അതിൽ വലിയൊരു തെറ്റുമുണ്ട്. അതുവരെ പോറ്റി വളർത്തിയ രക്ഷിതാക്കൾക്ക് യാതൊരു വാല്യൂ ഇല്ല എന്ന് ആ കുട്ടികൾ പറയുമ്പോൾ അത് സങ്കടം വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അച്ഛനും അമ്മേനൊന്നും ശരിക്കും ഒരു വാല്യൂ ഇല്ല, അവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചാൽ മതി, വേറൊന്നും ചെയ്യേണ്ടതില്ല സാർ എന്ന് പറഞ്ഞു. എനിക്കത് വലിയ സങ്കടം വന്നുപോയി. കാരണം നമ്മളൊക്കെ രക്ഷിതാക്കളാണല്ലോ. നമ്മുടെയൊക്കെ കുട്ടികൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? പഠിപ്പിച്ചാൽ മതി, അവരെ കയ്യിലുള്ള പണം എടുത്ത് പഠിപ്പിച്ചോളൂ, കല്യാണം കഴിപ്പിച്ചോളൂ, എല്ലാം ചെയ്തോളൂ, ഞങ്ങളൊക്കെ നിന്ന് തരാം. പക്ഷെ ഞങ്ങൾ എന്താവണം, എങ്ങനെ ആവണം എന്നൊന്നും നിങ്ങൾ ആരും പറഞ്ഞു തരണ്ട എന്ന് പറയുന്ന ഒരു വികൃതമായ ലോകത്തേക്ക് നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് വെച്ച് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ അത്തരത്തിലൊരു സംസ്കാരം ഉണ്ടാവുന്നുണ്ട്. രക്ഷിതാക്കളെ, ഗുരുജനങ്ങളെ വന്ദിക്കാത്തൊരു സംസ്കാരത്തിലേക്കും പോകുന്നുണ്ട്. ഈ പറഞ്ഞ കാഴ്ചപ്പാടുകളൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അത് രക്ഷിതാക്കളെയും ഗുരുജനങ്ങളെയും നിന്ദിച്ചുകൊണ്ട് വേണ്ടല്ലോ, വന്ദിച്ചുകൊണ്ടായിക്കൂടെ. എനിക്കിങ്ങനെ ആവണമെന്ന് രക്ഷിതാവിനോട് പറഞ്ഞാൽ വേണ്ട പറയൂ? ഇല്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മാറ്റേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ശ്രദ്ധിച്ചേ പറ്റൂ.